SSLC റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അല്പം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അതായത് പ്രതീക്ഷിച്ച ആ മാർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ തമ്പിൽ കണ്ട പോലെ തന്നെ റിവാലുവേഷൻ, അതുപോലെ സേ എക്സാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുഴുവൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞൊരു വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ +1 അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. അത് മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്യൂഷന് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ +1 അഗ്നി ബാച്ച് തന്നെയാണ്. സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തവരും ചെയ്യാത്തവരൊക്കെ ആയിട്ടുള്ള എല്ലാവരും +1 നിങ്ങൾ വരുന്നത്, സയൻസ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, തീർച്ചയായിട്ടും നാളത്തെ ലൈവിൽ നിങ്ങൾ വരണം. ഓക്കെ, നാളത്തെ ലൈവിൽ +1 എങ്ങനെ നമുക്ക് 90% മാർക്ക് ഉറപ്പിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അത് ബാച്ചുമായി ബന്ധപ്പെട്ടുള്ളതല്ല. +1 നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ +1 സയൻസ് ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും വരിക. നിങ്ങൾക്ക് എല്ലാവിധ ഗൈഡൻസും നൽകുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമുക്ക് എന്തുണ്ട്, നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ട്. ടീം ഇവിടെ റെഡിയാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ മൺഡേ 7 PM 7 മണിക്കാണ് 2 ലൈവും, നാളത്തെ ലൈവും മറ്റന്നാളത്തെ ലൈവും 7 മണിക്കാണ്. ബാച്ചിൽ ജോയിൻ ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും ഓറിയൻറ്റേഷനിൽ വരിക. ബാച്ചിൽ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരാൻ വേണ്ടി പോകുന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, നമ്മൾ തിങ്കളാഴ്ച റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അഗ്നി ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ലൈവായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുക. യൂട്യൂബിൽ മാരത്തോണൊക്കെ പോകുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും, PDF ക്ലാസ് നോട്ടുകളും PYQ വീഡിയോ സൊല്യൂഷൻസും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SSLC അല്ല +1 എന്നുള്ളതാണ്. ഓക്കെ, ഏത് കോഴ്സ് എടുത്താലും, സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആണെങ്കിലും ഏതാണെങ്കിലും SSLC അല്ല +1. ഒരുപാടുണ്ട്, 4 ഇരട്ടി പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ബാച്ചിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഫീ വരുന്നത്, അഗ്നി ബാച്ചിൻ്റെ ഫീ വരുന്നത് 4999 രൂപ മാത്രമാണ്. ഒരു വർഷത്തേക്കാണെന്ന് ഓർക്കണം. ഓക്കെ, പിന്നെ കൊമേഴ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജ്വാല ബാച്ച് അവൈലബിൾ ആണ്. സെയിം ഫീച്ചേഴ്സ് അഗ്നി ബാച്ചിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ കൊമേഴ്സ് ബാച്ചിലും അവൈലബിൾ ആണ്. ഫീ സെയിം ഫീ തന്നെയാണ്, 4999 രൂപ. ഓക്കെ, അപ്പോൾ ബാച്ചിൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട. എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് അപേക്ഷിക്കുക? ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ssLC.exam.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ കയറുക. iExam എന്നൊക്കെ ആയിരിക്കും ആ വെബ്സൈറ്റിൽ കാണിക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിലൊന്നും വന്നിട്ടുണ്ടാവില്ല. എന്നാണ് യെസ്, ഡേറ്റ് എന്നാ? യെസ്, 12/5/2025 മുതൽ 17/5/2025, അതായത് മെയ് മാസം 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെ സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ ആരുടെ മുമ്പിലാണ് നടത്തേണ്ടത്? അത് ഓൺലൈനല്ല, അത് ഓഫ്ലൈനാണ്. നിങ്ങളുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ, നിങ്ങൾ എവിടെയാണോ SSLC എഴുതിയത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതെപ്പോൾ? ആ ദിവസം 17-ാം തീയതി 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. 17-ാം തീയതി 4 മണി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പ്രിൻ്റ് ഔട്ടുമായിട്ട് ആ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ HMൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രിൻ്റ് ഔട്ട് കൊടുക്കേണ്ട, അപേക്ഷാ ഫീസും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് സ്കൂളുകാർ ചെയ്തു തരൂല. നമ്മൾ സ്വയം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, HMനെ ഏൽപ്പിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കണ്ട, 17-ാം തീയതിയിലേക്ക് വെക്കണ്ട. 17-ാം തീയതി വല്ല വെബ്സൈറ്റ് ഹാങ് ആവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ആലോചിച്ചിട്ട് 12-ാം തീയതിക്ക് ശേഷം 15-ാം തീയതിക്ക് മുൻപായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. പ്രിൻ്റ് ഔട്ട് 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ HMനെ ഏൽപ്പിച്ചിട്ടുണ്ടാവണം. ഫീസിൻ്റെ കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ഫീസ് വരുന്നത്? ഓക്കെ, റിവാലുവേഷൻ ഒരു പേപ്പറിന് 400 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് ഇത്ര മാർക്ക് പോരാ, എനിക്ക് എന്തായാലും മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിവാലുവേഷൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. പിന്നെ 9A+, 8A+, 2 A ഗ്രേഡൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫുൾ A+ ആകണം, എനിക്ക് കൊടുത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ ഈ 400 രൂപ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ 200 രൂപ കേട്ടോ. ഫോട്ടോ കോപ്പിൻ്റെ കാര്യമുണ്ട്, 200 രൂപയാണ് ഫോട്ടോ കോപ്പി. വേറെ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത്. ഇതൊക്കെ ഒരു സബ്ജക്റ്റിനാണ്. ഇനി ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം.
ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. പുനർമൂല്യനിർണ്ണയം നടത്തിയതിനെ തുടർന്ന് ഉയർന്ന ഗ്രേഡ് ലഭിച്ചാൽ ആ പേപ്പറിന് അടച്ച ഫീസ് പരീക്ഷാർത്ഥിക്ക് തിരികെ നൽകുന്നതാണ്. അതായത് റിവാലുവേഷൻ കൊടുത്തിട്ട് ഗ്രേഡ് മാറിയ ഉയർന്ന ഗ്രേഡിലേക്ക് മാറിയ പൈസ തിരിച്ചു കിട്ടും. അതുപോലെ ഉത്തരകടലാസിൻ്റെ ഫോട്ടോ കോപ്പി ലഭിച്ചതിന് ശേഷം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല. ഓക്കെ, ഫോട്ടോ കോപ്പി കിട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ വഴിയുണ്ട്, നോക്കാം. എന്നാൽ മൂല്യനിർണ്ണയം ചെയ്യാത്ത ഉത്തരങ്ങൾ, സ്കോറുകൾ കൂട്ടിയതിലുള്ള പിശകുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടുന്നതിന് പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പി കിട്ടിയപ്പോൾ നമുക്ക് എന്തോ പ്രശ്നം തോന്നി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ആർക്ക്? പരീക്ഷാഭവൻ സെക്രട്ടറിക്ക്. A+ ലഭിക്കുന്ന വിഷയങ്ങൾക്കും ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാവുന്നതാണ്. 2025 ജൂൺ 15 സമർപ്പിക്കാത്ത അപേക്ഷകൾ പരിഗണിക്കുന്നല്ല. 2025 ജൂൺ 15. അപ്പോൾ ഈ സെക്രട്ടറിക്ക്, അതായത് പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ? അത് ജൂൺ 15. ഓക്കെ, ഓൺലൈനായിട്ട് റിവാലുവേഷന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാ? അത് മെയ് 17 മെയ് 17 4 മണിയാണ്. ഓക്കെ, രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു, നമ്മുടെ മാർക്ക് കൂട്ടിയതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ ഈ സൈറ്റിലൂടെ അല്ല, നേരത്തെ പറഞ്ഞ സൈറ്റിലൂടെ അല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നേരെ സ്കൂളിൽ പോവുക, അങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ അവർ അതിനുള്ള വഴി പറഞ്ഞു തരും. ഓക്കെ, ക്ലിയർ അല്ലേ? പരീക്ഷാഭവൻ സെക്രട്ടറിക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത്. പിന്നെ സേ എക്സാം, പരീക്ഷയിൽ തോറ്റുപോയ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്തായാലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം നമ്മൾ SSLC എക്സാം നമ്മൾ പാസ്സാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണണം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം മക്കളെ, നിങ്ങൾ നിരാശരാകരുത്. +1 ഇവിടെ പറ്റിയ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രശ്നം നമ്മൾ +1 നമ്മൾ എന്ത് ചെയ്യും? തീർക്കൂലേ? യെസ്. അപ്പോൾ മെയ് 28 മുതൽ ജൂൺ 2 വരെ നമ്മുടെ സേ എക്സാം നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടി വരും. ഈ വർഷം തന്നെ നിങ്ങൾക്ക് +1 മറ്റു കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? +1 പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം ഈ ഒരു കാര്യം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈവ് മറക്കണ്ട, നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത് മൺഡേ ആണ്. നാളെ +1 മക്കൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ലൈവാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, +1 എത്തിയ മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എക്സാമിനർ ഫാമിലി ഉണ്ടാവും. അപ്പോൾ 2 ലൈവും ആരും മിസ്സാക്കി കളയരുത്. അപ്പോൾ വീണ്ടും കാണാം മക്കളെ. ടാറ്റ, ബൈ ബൈ.